കണ്ടു ഞാനിന്ന് കാൽവറി ക്രൂശിൽ എനിക്കായി തകർന്നൊരു ദൈവസ്നേഹം. ചങ്കു പിളർന്നു തിരുനിണമൊഴുകി ക്രൂശിലെനിക്കായി പുണ്യസ്നേഹം. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമന്റെ നാവിൽ സ്തുതിയും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമന്റെ നാവിൽ സ്തുതിയും. പാപിക്കു രക്ഷയും വിടുതലുമേകിയ രക്ഷകൻ നിനക്കായി തകർന്നു ക്രൂശിൽ. മനുജാ നീതു മറക്കുകയോ? കണ്ടു ഞാനിന്ന് കാൽവറി ക്രൂശിൽ എനിക്കായി തകർന്നൊരു ദൈവസ്നേഹം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കാൽവറി ക്രൂശിൽ ബലിയായി തീർന്ന ആ പുണ്യസ്നേഹത്തെക്കുറിച്ചാണ് നാം പാടിക്കേട്ടത്. ഹല്ലേലൂയ. ഈ പാട്ട് യൂട്യൂബിൽ കേൾക്കുവാനായിട്ട് കഴിയും. ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായം അതിൻ്റെ 5 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കഥ ഞാൻ ഇപ്രകാരം വായിച്ചു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു വീടിന് തീ പിടിച്ചു. ഭയങ്കരമായി തീ ആളിപ്പടർന്നപ്പോൾ ആ വീട്ടിൽ നിന്നും ഒരു കൊച്ചു കുഞ്ഞ് മാത്രമാണ് രക്ഷപ്പെട്ടത്. അവൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ആ തീയിൽപ്പെട്ട് ആ വീടിനോട് ചേർന്ന് വെന്തെരിഞ്ഞു പോയി. എന്നാൽ ആ കുഞ്ഞിനെ ആ തീയിൽ നിന്നും വലിച്ചെടുക്കുവാനായിട്ട് ഒരു മനുഷ്യൻ വളരെയേറെ അധ്വാനിച്ചു. അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം മൂലം, വളരെ നേരത്തെ പരിശ്രമം മൂലം, തൻ്റെ സ്വന്തം ജീവനെ പോലും ത്യജിച്ചുള്ളതായ പരിശ്രമം മൂലമാണ് ആ കുഞ്ഞിനെ ആ ഭവനത്തിൽ നിന്ന്, കത്തിക്കൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ നിന്നും രക്ഷിക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ആ കൊച്ചു കുഞ്ഞിൻ്റെ ഉടമസ്ഥാവകാശം ആരേറ്റെടുക്കുമെന്നതിനെ ചൊല്ലി വലിയ തർക്കമുണ്ടായി. ആ നഗരത്തിലെ മേയറും അവിടുത്തെ നഗരാധിപന്മാരും അവിടുത്തെ അധികാരികളും എല്ലാം ചേർന്ന് ഈ കുഞ്ഞിനെ ദത്തെടുക്കുവാൻ വേണ്ടി ആളുകളെ ക്ഷണിച്ച കൂട്ടത്തിൽ ഈ കുഞ്ഞിനെ രക്ഷിച്ചതായ ആ വ്യക്തി തന്നെ കടന്നു വന്ന് ഉടമസ്ഥാവകാശം താൻ ഏറ്റെടുത്തു കൊള്ളാമെന്നും ആ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാമെന്നുള്ളതായ തൻ്റെ ആഗ്രഹം അറിയിച്ചു. എന്നാൽ നഗരത്തിൻ്റെ മേയർ അത് സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഒരു ഭയങ്കര നിരീശ്വരവാദിയായ ഒരു വ്യക്തിയായിരുന്നു. ഈ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതായ വ്യക്തി വളരെ നിരീശ്വരനായ ഒരാളായിരുന്നു. അതുകൊണ്ട് ആദ്യം ഈ മേയർ സമ്മതിച്ചില്ല എങ്കിലും അദ്ദേഹം കുഞ്ഞിനെ രക്ഷിച്ചതായ വ്യക്തി തനിക്കേറ്റതായ മുറിവുകളും തൻ്റെ ശരീരത്തിൽ വന്നതായ കരിഞ്ഞുണങ്ങിയതായ പാടുകളും എല്ലാം കാണിച്ച്, ഞാൻ ഈ കുഞ്ഞിനെ അത്രയേറെ സ്നേഹിക്കുന്നു, ഞാനിവനെ വളർത്തിക്കൊള്ളാം എന്ന് വളരെയധികം വിനീതമായി അപേക്ഷിച്ചത് മൂലം, മറ്റുള്ളവരുടെ എല്ലാ സമ്മർദ്ദം മൂലം ആ കുഞ്ഞിൻ്റെ ഉടമസ്ഥാവകാശം ആ മനുഷ്യന് തന്നെ വിട്ടുകൊടുത്തു. നിരീശ്വരവാദിയായ മനുഷ്യൻ്റെ വീട്ടിൽ ഈ കുഞ്ഞ് വളർന്നു വന്നു. ഒരിക്കലും ഒരു ദിവസം ഈ കുട്ടിയും തൻ്റെ വളർത്തച്ഛനും കൂടി ഒരു പെയിൻറ്റിങ് ഷോ കാണുവാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ വളരെയേറെ പെയിൻറ്റിങ് നിരത്തി വെച്ചിരിക്കുന്നതായ ആ സ്ഥലത്ത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ ഒരു വരച്ച രൂപം ഈ കുഞ്ഞ് കണ്ടിട്ട് ഇവൻ്റെ വളർത്തച്ഛനോട് ചോദിച്ചു: ഡാഡി, ഇതാരാണിത്? ആരാണിങ്ങനെ ക്രൂശിന്മേൽ തൂങ്ങിക്കിടക്കുന്ന ഈ മനോഹര രൂപിയായ ഈ വ്യക്തി? ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ, കാരണം അയാൾ നിരീശ്വരവാദിയായിരുന്നു, ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും എല്ലാം തള്ളിപ്പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ ഇയാൾ വിസമ്മതിച്ചു. എന്നാൽ ഈ കുട്ടി വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചു: ഡാഡി, ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, എന്നാൽ ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളതായ കഥ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് നിർബന്ധിച്ചപ്പോൾ അവസാനം ഈ വ്യക്തി അതാരാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ നിർബന്ധിതനായി. ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ത്യാഗമരണത്തെക്കുറിച്ചും ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നതിനെക്കുറിച്ചും ആ ക്രൂശിത രൂപത്തിൻ്റെ പുറകിലുള്ളതായ ചരിത്രം മുഴുവനായി വിവരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തൻ്റെ വളർത്തച്ഛനോടായി ഇപ്രകാരം പറഞ്ഞു:
ഡാഡി എന്നെ അന്ന് സ്വന്തം ജീവൻ പോലും ഉപേക്ഷിച്ച് ആ തീയിൽ നിന്നും വലിച്ചെടുത്തതുപോലെയല്ലേ യേശു ക്രിസ്തു ഈ ലോകത്തെ മുഴുവൻ, ഈ ഭൂമിയെ മുഴുവൻ അഗ്നി നരകത്തിൽ നിന്നും വീണ്ടെടുത്ത് രക്ഷിച്ചത്. ഇങ്ങനെ ഉള്ള ആ ചോദ്യം കേട്ടപ്പോൾ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ദൈവസ്നേഹം ഇറങ്ങുകയും ആ മനുഷ്യൻ തൻ്റെ നിരീശ്വരവാദത്തെക്കുറിച്ച് ലജ്ജിക്കുകയും താൻ പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു തന്നത് ഇതാണ്. തൻ്റെ സ്വന്തം ജീവനെ പോലും ത്യജിച്ചുകൊണ്ട് പാപികളായ നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ യാഗമായി. നമുക്ക് തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിലുള്ളതായ കുറവുകൾ, കുറ്റങ്ങൾ, ഒരുപാട് പരാധീനതകൾ, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പരാജയങ്ങൾ എല്ലാം വന്നതായ നമ്മുടെ ജീവിതം. എന്നാൽ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിക്കൊടുത്തു. എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങുവാൻ എൻ്റെ യേശു ക്രൂശിന്മേൽ ഒരു ബലിയാടിനെ പോലെ ക്രൂശിന്മേൽ കയറി എനിക്ക് വേണ്ടി ജീവരക്തം ഊറ്റിക്കൊടുത്തു. നിനക്ക് വേണ്ടി രക്തം ഊറ്റിക്കൊടുത്തു. പ്രിയപ്പെട്ട ദൈവപൈതലേ, ആ ദൈവസ്നേഹത്തെ കണ്ടു ഞാൻ ഇന്ന് കാൽവറി ക്രൂശിൽ എനിക്കായി മരിച്ച ദൈവസ്നേഹം. എനിക്ക് വേണ്ടി എൻ്റെ യേശു ക്രൂശിന്മേൽ കയറി എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണീയമായ വേലയിൽ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും തകർന്നും ഇരിക്കുന്നു എന്നുള്ളതായ ആ കാഴ്ച കണ്ടാൽ, എനിക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറിയ എൻ്റെ കർത്താവിനെ കണ്ടാൽ എൻ്റെ ജീവിതത്തിൻ്റെ നിരാശകൾ മാറും. ഹല്ലേലൂയ. കൊച്ചുകുട്ടി പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഒരു അകൃത്യയാഗമായി മാറി. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ക്രൂശിന്മേൽ കയറി. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ് ക്രൂശിന്മേൽ കയറിയതെന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ സമാധാനത്തിനായുള്ള സാധ്യതയുണ്ട്. ഈ നിത്യസമാധാനം നമ്മുടെ ഹൃദയത്തിൽ പേറുവാൻ, ഈ നിത്യസമാധാനമായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ അവിടെ ശാശ്വത ശാന്തിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളെ വിളിക്കുന്നു, കർത്താവിൻ്റെ അരികിലേക്ക് വിളിക്കുന്നു, ഈ സ്നേഹ സാന്നിധ്യത്തിൻ്റെ അരികിലേക്ക് വിളിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ ജീവിതവും സമാധാനപൂർണ്ണമായി തീരും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ ലോകം തരുന്ന സമാധാനമല്ല, നിത്യമായ സമാധാനം, ശാശ്വതമായ സമാധാനം. സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് അരുളി ചെയ്ത, വാഗ്ദത്തം ചെയ്ത ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഇന്ന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.